ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ജഡികൻ സാധാരണ ലാഭമെന്ന പ്രിൻസിപ്പിളിലാണ് എല്ലാ കാര്യം ചെയ്യുക. ഇന്ന വസ്തു വാങ്ങിയാൽ എനിക്കെന്ത് ലാഭം കിട്ടും, ഈ സീസണിൽ ഇന്ന വസ്തു വാങ്ങിയാൽ നല്ല ലാഭമാണ്, മറ്റൊരു സീസണിൽ അത് മറിച്ചു വിറ്റാൽ ലാഭമാണ്. ഇപ്പോഴാണ് ആ പറമ്പ് വാങ്ങാൻ പറ്റിയ സമയം, നല്ല ലാഭം കിട്ടും. ഇപ്പോൾ സ്വർണത്തിന് വിലക്കുറവാണ്. ഒരു 10 പവന് വാങ്ങി വെച്ച് ഒരു 10 കൊല്ലം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ എത്ര പണം നേടിയെടുക്കാൻ സാധിക്കും? ഈ കോഴ്സ് എടുത്ത് പഠിച്ചാലാണ് ഏറ്റവും വരുമാനമുള്ള ജോലി കിട്ടുക. ഈ വ്യക്തിയോട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാലാണ് എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ വലിയ ഉയർച്ച ഉണ്ടാവുക. ആ പണമുള്ള വീട്ടിലെ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചാലേ നല്ല സ്ത്രീധനം എനിക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ജഡികൻ തനിക്ക് എന്ത് ലാഭം കിട്ടുമെന്ന ചിന്തയാൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയനെ സംബന്ധിച്ച് എന്ത് ചെയ്യുമ്പോഴും എനിക്കെന്ത് ലാഭം കിട്ടും എന്നുള്ളതല്ല, ഇതിലൂടെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് എങ്ങനെ മഹത്വം കിട്ടും. കാരണം അവനെ സംബന്ധിച്ച് ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഛേദമായിട്ട് എണ്ണിയവനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏത് മനോഭാവമാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. മറ്റുള്ളവരെ വിധിക്കുകയല്ല. നമ്മൾ ആത്മീയൻ്റെ സ്വഭാവമാണ് കാഴ്ചവെക്കുന്നത്. നാം എപ്പോഴും ആത്മീയ കാര്യങ്ങളിലാണോ മനസ്സ് വയ്ക്കുന്നത്? ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഒരാത്മീയൻ എപ്പോഴും തൻ്റെ ചിന്തകൾ സ്വർഗത്തിൽ വെക്കുന്നതിൻ്റെ കാരണം അവൻ്റെ നിക്ഷേപം അവിടെയാണ്. ജഡികൻ എപ്പോഴും തൻ്റെ ചിന്തകൾ ഭൗമിക കാര്യങ്ങളിൽ ഉറപ്പിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ നിക്ഷേപം ഭൂമിയിലാണ്. 10 ഏക്കറായിരിക്കാം, 10 ലക്ഷമായിരിക്കാം. അതുകൊണ്ട് അവൻ്റെ മനസ്സെപ്പോഴും അതിലാണ്. ഒരു ജഡികൻ തൻ്റെ ജഡിക പ്രവർത്തനങ്ങൾ നിമിത്തം ദൈവക്രോധം തൻ്റെ നേരെ വർദ്ധിപ്പിക്കുകയാണ്. ജഡികനിൽ ദൈവപ്രസാദമില്ല. കാരണം ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു കാലത്തും സാധ്യമല്ല. പിന്നെ ഈ ദൈവത്തിന് വിരോധമായ ഈ ജഡിക പ്രവൃത്തികൾ നിമിത്തം ദൈവക്രോധം അവൻ കുന്നുകൂട്ടി വയ്ക്കുകയാണ്. ആത്മീയനെ സംബന്ധിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം ആത്മീയനിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 തെസ്സലോനി 4-ാം അധ്യായം 1-ാം വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവിധം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. പൗലോസ് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവിധം നിങ്ങൾ എങ്ങനെ നടക്കണം? എങ്ങനെയാണ് നമുക്ക് ദൈവപ്രസാദം ലഭിക്കത്തക്ക രീതിയിൽ നടക്കുക? ഒരിക്കൽ പോലും ജഡത്തിൻ്റെ താല്പര്യങ്ങൾ ചെയ്യാതെ ആത്മീയ താല്പര്യങ്ങൾ പരിശുദ്ധാത്മാവിനനുസരിച്ചുള്ളൊരു ജീവിതം അത് നാം നയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളാകും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിലോ ദൈവക്രോധം സമ്പാദിക്കുന്ന ഗണത്തിൽ നമ്മളും ഉൾപ്പെടും. അത് ഒരിക്കലും പാടില്ല. ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ഒരു ജഡികനെ സംബന്ധിച്ച് നിത്യത ലക്ഷ്യമാക്കിയിട്ടല്ല അവൻ ജീവിക്കുന്നത്. തൻ്റെ ശരീരത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ജഡികൻ ജീവിക്കുന്നത്. ഒരാത്മീയൻ ജീവിക്കുന്നത് 70, 80, 90 വർഷം മാത്രം ദൈർഘ്യമുള്ള തൻ്റെ ശരീരത്തെയും അതിൻ്റെ ആഗ്രഹങ്ങളെയും ലക്ഷ്യമാക്കിയിട്ടല്ല, അവൻ നിത്യത ലക്ഷ്യമാക്കിയിട്ടാണ് ജീവിക്കുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ജഡികൻ ജീവിക്കുന്നത് താൽക്കാലികമായ തൻ്റെ ശരീരത്തെ ലക്ഷ്യമാക്കിയിട്ടാണ്. ആത്മീയൻ ശരീരത്തെ ലക്ഷ്യമാക്കിയിട്ടല്ല ജീവിക്കുന്നത്. അവൻ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നിത്യത ലക്ഷ്യമാക്കിയാണ് ജീവിക്കുന്നത്. ഒരു ആത്മീയൻ എവിടെയാണ് ദൃഷ്ടി പതിപ്പിച്ചിട്ടുള്ളത്?
കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ജഡികനെ സംബന്ധിച്ച് കാണുന്ന കാര്യങ്ങളിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചിട്ടുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യങ്ങളിലാണ് അവൻ്റെ ശ്രദ്ധ. അതിനപ്പുറത്തേക്ക് അവന് കടന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഒരു ആത്മീയനൊരു കാര്യം അറിയാം, എൻ്റെ ശരീരം 70, 80 അല്ലെങ്കിൽ 100. എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇന്ന് കണ്ടു നാളെ വാടുന്ന പുല്ലിന് തുല്യമാണ്. ഇത് മണ്ണിലേക്ക് പോകും. അതുകൊണ്ട് ഈ പൂ വാടുന്നത് പോലെ പെട്ടെന്ന് വാടുന്ന നശിക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളല്ല ഞാൻ സംരക്ഷിക്കേണ്ടത്. ഞാൻ ശരീരത്തിന് കടക്കാരനല്ല. എല്ലാ ആത്മീയന്മാരും ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ ശരീരത്തെ നാം വീക്ഷിക്കുന്ന വീക്ഷണകോൺ മാറണം. ഇത് പുല്ലാണ് എന്നും ഇത് മണ്ണിലേക്ക് പെട്ടെന്ന് മടങ്ങുന്നു എന്നും, അതുകൊണ്ട് ഈ ശരീരം പറയുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന് വിരോധമായി ശരീരം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നാം ശരീരത്തിൻ്റെ അടിമകളല്ല. ഇത് വെറും പുല്ലാണ്. നാം നടന്നു പോകുന്നു, വഴിവെക്കൽ പുല്ലുണ്ട്, പൂവുണ്ട്. ഈ പുല്ലും പൂവും നമുക്ക് ചില കൽപ്പനകൾ തരുമ്പോൾ നമുക്കറിയാം ഇവ പുല്ലാണ്. നമ്മൾ പറയും, പുല്ലേ നിന്റെ കൽപ്പന ഞാൻ ലെവലേശം പോലും വകവെക്കുകയില്ല. ഇതുപോലെ ജഡം ഒരു പുല്ലാണ്, ഇതൊരു പൂവാണ്, പെട്ടെന്ന് വാടും. അതുകൊണ്ട് ഈ പുല്ലിന് തുല്യമായ ജഡം നമ്മോടൊരു കാര്യം പറയുമ്പോൾ, നീ പുല്ലല്ലേ, ഞാൻ നിന്നെ ഒരിക്കലും അനുസരിക്കുകയില്ല. 1 പത്രോസ് 1:24 സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി, പൂവ് ഉതിർന്നു പോയി. ഇതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ശരീരത്തെ പുല്ലിനോട് ഉപമിച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:18 കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ, അതാണ് ജഡികൻ്റെ പ്രമാണം. കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് എത്തുന്ന ഒരു പ്രത്യാശ ഒരു ജഡികനില്ല. നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നാം സ്വർഗീയന്മാരാണ്. ഇപ്പോഴേ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലേക്ക് നിക്ഷേപം അയച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആത്മീയന്മാർ. അവർക്കൊരു പ്രത്യാശയുണ്ട്. അത് കല്ലറയെ ഭേദിക്കുന്ന പ്രത്യാശയാണ്. യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ അവർ കാത്തിരിക്കുകയാണ്. ജഡികനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ പ്രസക്തിയില്ല. കാരണം അവൻ അതിനു വേണ്ടിയല്ല, ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ലക്ഷ്യമാക്കിയല്ല ജീവിച്ചത്. സ്വർഗത്തിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ജീവിച്ചത്. കേവലം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവൻ ജീവിച്ചു. ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിലില്ല. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും. ജഡികൻ ഒരിക്കലും ദൈവഹിതം പ്രവർത്തിക്കുകയില്ല. അവൻ ദൈവഹിതത്തിന് നേരെ വിപരീതമായിട്ടാണ് ജീവിക്കുക. ദൈവം എന്താണോ പറഞ്ഞത് അതിന് നേരെ വിപരീതം. അതുകൊണ്ട് അവന് എന്നേക്കുമുള്ള ജീവനില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ല. ഒറ്റ ജഡികന്മാരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ കാണുകയില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അഗ്നി തടാകത്തിൽ വലിച്ചെറിയപ്പെടും. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ആത്മീയരായ നമ്മുടെ ലക്ഷ്യം ഇതാണ്. നമുക്കൊരു കാത്തിരിപ്പുണ്ട്, നമുക്കൊരു പൗരത്വമുണ്ട്. ഫിലിപ്പിയ 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ജഡികൻ തൻ്റെ നിക്ഷേപമൊക്കെ കൂട്ടിവെക്കുന്നത് ഈ ഭൂമിയിലാണ്. എവിടെയാണോ നിക്ഷേപം കൂട്ടിവെക്കുന്നത് അവിടെയായിരിക്കും തൻ്റെ ഹൃദയവും. അതുകൊണ്ട് ജഡികൻ്റെ മനസ്സിലെ ചിന്തകൾ ഭൗമിക കാര്യങ്ങളിലാണ്. കാരണം അവൻ്റെ നിക്ഷേപമൊക്കെ ഭൂമിയിലാണ്. ആത്മീയൻ നിക്ഷേപം കൂട്ടിവെക്കുന്നത് ഭൂമിയിലല്ല, പിന്നെയോ സ്വർഗത്തിലാണ്. അതുകൊണ്ട് അവൻ്റെ ചിന്തകളെല്ലാം സ്വർഗീയ കാര്യങ്ങളാൽ ബന്ധിതമാണ്. ഭൂമിയിൽ നിക്ഷേപം കൂട്ടിവെച്ചിട്ട് ഞാൻ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഈ നിൽക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം സമ്പൂർണമായിട്ടും ജഡത്തിൻ്റെ നിയന്ത്രണത്താലാണ്. ഈ രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ എത്ര ശ്രമിച്ചാലും ജഡത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം ജഡം യജമാനനാണ്. അതുകൊണ്ട് നിർബന്ധമായും ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ.
താല്പര്യമില്ലെങ്കിൽ പോലും ഈ ജഡമെന്ന യജമാനന്റെ അടിമയായിട്ടാണ് ഇപ്പോൾ ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ഈ വിശ്വാസി രക്ഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവും യേശുവും വന്നു. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ഇപ്പോൾ ഈ വിശ്വാസിയിലുണ്ട്. പണ്ട് ജഡം ഈ വിശ്വാസിയെ കീഴ്പ്പെടുത്തി. എന്നാൽ ഇപ്പോൾ ഈ വിശ്വാസി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ജഡത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജഡത്തെ എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് ജഡം തോൽപ്പിച്ചു, ഇപ്പോൾ നേരെ മറിച്ചാണ്. ജഡത്തിനെതിരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യുദ്ധം ചെയ്ത് ജഡത്തെ കീഴ്പ്പെടുത്തുകയാണ്. ഇവനാണ് ഒരു ആത്മീയൻ. ആത്മീയന് എങ്ങനെയാണ് ജഡത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്നത്? പരിശുദ്ധാത്മാവിനാലാണ് അത് സാധിക്കുന്നത്. ഇത് ആത്മീയനാണ്, ഇത് ജഡികനാണ്. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. ജഡികനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവില്ല. ജഡികനെ സംബന്ധിച്ച് ഈ ലോകത്തിലെ കാര്യങ്ങളാണ് മുഖ്യ വിഷയം. സ്വന്തം ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, സ്വന്തം ലാഭം, സ്വന്തം നേട്ടം മാത്രം. ആത്മീയനെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമുണ്ട്, സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്. ആത്മീയനെ സംബന്ധിച്ച് കർത്താവായ യേശുവിൻ്റെ സ്വന്തം മകനായി കഴിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, സ്വർഗത്തിൽ പോകണം. ജഡികനെ സംബന്ധിച്ച് ശിക്ഷാവിധി മാറിയിട്ടില്ല. ദൈവക്രോധം ഇവൻ്റെ മേൽ മുഴുത്തു നിൽക്കുകയാണ്. ആത്മീയനെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ശിക്ഷാവിധിയിൽ നിന്ന് വിമുക്തി പ്രാപിച്ചു. ജഡികനെ സംബന്ധിച്ച് രണ്ട് നിയമങ്ങൾ ഇവനിപ്പോഴും നിയന്ത്രിക്കുകയാണ്, മരണത്തിൻ്റെ പ്രമാണവും പാപത്തിൻ്റെ പ്രമാണവും. എന്നാൽ ഈ രണ്ട് പ്രമാണങ്ങളിൽ നിന്നും വിമുക്തി പ്രാപിച്ച് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ് ആത്മീയൻ. ജഡികൻ എപ്പോഴും ദൈവത്തിന് വിരോധമായ ചിന്തകളാണ് മനസ്സിൽ. ജഡത്തിൻ്റെ ചിന്ത എപ്പോഴും ദൈവത്തിന് വിരുദ്ധം. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ക്രോധം ജഡികൻ്റെ മേൽ മുഴുത്തു നിൽക്കുകയാണ്. എന്നാൽ ആത്മീയൻ എപ്പോഴും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം ഇവനിൽ കുന്നുകൂടുന്നു. ആത്മീയന് പ്രത്യേക ജീവിത ലക്ഷ്യമില്ല, തിന്നുക, നാളെ മരിക്കും. എന്നാൽ ആത്മീയനെ സംബന്ധിച്ച് നിത്യത ലക്ഷ്യമാക്കിയാണ് ജീവിക്കുന്നത്. ജഡികൻ ഈ ഭൂമിയിലാണ് നിക്ഷേപം സ്വരൂപിക്കുന്നത്. അതുകൊണ്ട് ഇവൻ്റെ ഹൃദയവും ഈ ഭൗമികമായ കാര്യത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ആത്മീയൻ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നില്ല, സ്വർഗത്തിലാണ് അവൻ നിക്ഷേപം സ്വരൂപിക്കുന്നത്. അതുകൊണ്ട് ഇവൻ്റെ ചിന്തകൾ, ഇവൻ്റെ ഹൃദയം എപ്പോഴും ഉയരത്തിലെ കാര്യങ്ങളുമായി ബന്ധിതമായിരിക്കും. ജഡികൻ ഒരിക്കലും യഥാർത്ഥ ജീവനോ യഥാർത്ഥ സമാധാനമോ അനുഭവിക്കുന്നില്ല. ജഡത്തിൻ്റെ താൽക്കാലിക ഭോഗസുഖങ്ങൾ അത് ക്രിസ്തുവിൽ നിന്ന് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും സംഘർഷങ്ങളാണ്. ഇവൻ്റെ ജഡം താല്പര്യപ്പെടുന്ന ഏത് മോശമായ കാര്യങ്ങൾ ചെയ്താലും ഇവന് സംതൃപ്തിയല്ല. വൈകാരിക സംഘർഷം, അസ്വസ്ഥത, കോപം, ജാള്യത, ലജ്ജ, ഇങ്ങനെയുള്ള ദുർഗുണങ്ങളുടെ ഇരിപ്പിടമാണ് ജഡികൻ. എന്നാൽ ആത്മീയൻ പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടം ആയതുകൊണ്ട്, നിവാസ സ്ഥലമായതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം, സന്തോഷം അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാന സന്തോഷം അനുഭവിക്കുന്നത് കൊണ്ട് ജഡവും ഈ ലോകവും തരുന്ന എല്ലാ കാര്യങ്ങളും വളരെ നിസ്സാരമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ലോകത്തിനോ ജഡത്തിനോ ഇവനെ വാസ്തവമായും കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഈ രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ എപ്പോഴും ജഡമെന്ന യജമാനൻ്റെ കയ്യിലായതുകൊണ്ട് ഇവന് സ്വാതന്ത്ര്യമില്ല, എപ്പോഴും പാപം ചെയ്യും. അതാണ് പൗലോസ് പറഞ്ഞത്, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവന് സ്വയമായിട്ട് ഈ അവസ്ഥയിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ ആത്മീയനെ സംബന്ധിച്ച് ദൈവകൃപയാൽ യേശു ക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യം പ്രാപിച്ചു. പാപത്തിൽ നിന്നും ജഡത്തിൽ നിന്നും വരാനിരിക്കുന്ന ദൈവക്രോധത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചവനാണ് ആത്മീയൻ. ജഡികനെ സംബന്ധിച്ച് നിത്യാഗ്നിയിൽ പോകുക, അതിൽ കവിഞ്ഞ് മറ്റൊരു പ്രത്യാശയുമില്ല. എന്നാൽ ആത്മീയനെ സംബന്ധിച്ച് ഒരു പ്രത്യാശയുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും. വർത്തമാനകാലത്തിലാണ് ഈ ജഡികൻ ജീവിക്കുന്നത്. കണ്ണിന് കാണുന്ന കാര്യങ്ങൾ
അവൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ഭാവിയെ ലക്ഷ്യമാക്കി, വരുവാനുള്ള സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്നവനാണ് ആത്മീയൻ. ഇങ്ങനെ ജഡികന്റെ താല്പര്യങ്ങളും ആത്മീയന്റെ താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. റോമാലേഖനം 8-ാം അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമാലേഖനം 8-ാം അധ്യായം 5 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഈ വാക്യങ്ങളിൽ ജഡികൻ ആരാണ്, ആത്മികൻ ആരാണ് പൗലോസ് വ്യക്തമാക്കുകയാണ്. ജഡസ്വഭാവമുള്ളവർ ആരാണ്, ആത്മസ്വഭാവമുള്ളവർ ആരാണ്? ജഡികനെ സംബന്ധിച്ച് കാണുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആത്മീയമായ കാര്യങ്ങൾ അവന് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. അവൻ്റെ ആത്മാവ്, ദൈവത്തോട് ബന്ധപ്പെടേണ്ട ആത്മാവ് മൃതാവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് ആത്മീയ കാര്യങ്ങൾ അവന് ഗ്രഹിക്കാനുള്ള ശേഷിയില്ല, ജഡികന് ശേഷിയില്ല. എന്നാൽ ആത്മീയനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അതുകൊണ്ട് ഒരു ആത്മീയനോട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാൽ അവന് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. ജഡികനോട് ആത്മീയമായി ഉന്നതമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവനത് ഭോഷത്വമായി തോന്നും. കാരണം അത് ഗ്രഹിക്കാനുള്ള ആത്മീയ ദൃഷ്ടി ജഡികനില്ല. അതുകൊണ്ട് വീണ്ടും 1 കൊരിന്ത്യർ 2:14 പറയുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. പ്രിയമുള്ളവരെ, ആത്മീയനിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് വന്നതാണ്. ഉയരത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആവസിക്കുമ്പോൾ അവൻ്റെ ചിന്തകളും താല്പര്യങ്ങളും ഒക്കെ ഉയരത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതായിരിക്കും. ഒരു ജഡികനിൽ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട് അവൻ ഭൗതികമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു. മാത്രമോ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ആത്മീയരായ നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നമ്മളും യേശുവും തമ്മിൽ വേർപിരിക്കാൻ പറ്റാത്ത രീതിയിൽ അടുത്ത് ബന്ധപ്പെടുകയാണ്. പിന്നെ ക്രിസ്തുവും നമ്മളും തമ്മിൽ വേർപിരിയുന്ന പ്രശ്നമേ ഇല്ല. ചില വാക്യങ്ങൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാം വാക്യം. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. 2 കൊരിന്ത്യർ 1:21. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. എഫേസ്യർ 2-ാം അധ്യായം 6 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ആത്മീയനെ സംബന്ധിച്ച് ഇപ്പോഴേ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. ജഡികൻ്റെ ആസ്ഥാനം ഭൂമിയാണ്, എപ്പോഴും ഭൂമി. എന്നാൽ
ആത്മീയനെ സംബന്ധിച്ചൊരു ലക്ഷ്യസ്ഥാനമുണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഞാൻ സ്വർഗത്തിൽ പോകും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ജഡികൻ ഈ ഭൂമിയിലെ വസ്തുക്കൾ, സുഖങ്ങൾ എങ്ങനെ നേടിയെടുക്കാം അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മീയൻ്റെ നോട്ടം ഭൗതിക കാര്യങ്ങളിലേക്കല്ല. എങ്ങനെ ലാഭം കിട്ടും, എങ്ങനെ സുഖിക്കാം, അതല്ല ആത്മീയൻ്റെ നോട്ടം. അവൻ്റെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് ഈ ഭൂമി അവന് പരദേശമാണ്. അവിടെ നിന്ന് ആ സ്വർഗത്തിൽ നിന്ന് അവന് രക്ഷിതാവായ ക്രിസ്തു വരും. അതിനുവേണ്ടി കാത്തിരിക്കുന്നവനാണ് ആത്മീയൻ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മീയനെ സംബന്ധിച്ച് വർത്തമാനകാലത്തേക്കാൾ അവൻ ഭാവി കാലത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഒരു ജഡികനെ സംബന്ധിച്ച് ബൈബിൾ വായിച്ചാലും അവൻ അതിലൊരു രസം കണ്ടെത്താൻ സാധിക്കില്ല. ഒരുപക്ഷെ കുറേ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും സാധിക്കും. ആത്മീയനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവന് ഈ ദൈവവചനം എന്നുള്ളത് അവൻ്റെ ജീവൻ തന്നെയാണ്. ഇത് കുറേ കേട്ടാൽ അവന് മടുപ്പല്ല വരുന്നത്, ഇത് വീണ്ടും കേൾക്കുവാനുള്ള ആർത്തിയാണ് അവനിൽ വർദ്ധിക്കുന്നത്. മത്സ്യത്തിന് എപ്പോഴും സുഖകരമായി ജീവിക്കാൻ കഴിയുന്നത് വെള്ളത്തിലായിരിക്കുമ്പോഴാണ്. മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പുറത്തിടുകയാണെങ്കിൽ അത് ശ്വാസം മുട്ടാനായിട്ട് തുടങ്ങും. ഒരു ആത്മീയനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന അന്തരീക്ഷത്തിൽ കഴിയാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷിയെ സംബന്ധിച്ച് വായുവിൽ പറക്കാനാണ് അതിൻ്റെ താല്പര്യം. ഒരു ആത്മീയനെ സംബന്ധിച്ച് ആത്മീയൻ്റെ ചുറ്റും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, അതാണ് അവന് സന്തോഷം. ഒരു ജഡികനെ സംബന്ധിച്ച് ജഡികാന്തരീക്ഷമാണ് അവന് താല്പര്യം. എന്താണ് ജഡികാന്തരീക്ഷം? ജഡമോഹങ്ങൾ ഉയർത്തുന്ന കാഴ്ചകൾ, ജഡമോഹങ്ങൾ ഉണർത്തുന്ന വ്യക്തികൾ, വസ്തുക്കൾ, ഇതൊക്കെ അവൻ്റെ ചുറ്റുമുണ്ടെങ്കിൽ അവന് താല്പര്യം. അത്തരത്തിലുള്ള ചുറ്റുപാടിനെയാണ് ജഡികാന്തരീക്ഷം എന്ന് പറയുന്നത്. എന്നാൽ ആത്മീയൻ ഒരിക്കലും ഈ ജഡികാന്തരീക്ഷം ഇഷ്ടപ്പെടുന്നില്ല. ജഡികന്മാരുടെ കൂട്ടായ്മ ആത്മീയനെ പൊരുത്തപ്പെട്ടു പോകാൻ ഒരിക്കലും സാധ്യമല്ല. ഒരു ആത്മീയനോട് നീ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അവനത് സന്തോഷമല്ല, അതവന് ബുദ്ധിമുട്ടാണ്. ആത്മീയനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അവൻ താല്പര്യപ്പെടുന്നു. ഒരിക്കലും ജഡത്തിൻ്റെ താല്പര്യങ്ങൾ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നേയില്ല. നമ്മൾ കാണുമ്പോൾ സാധാരണ മനുഷ്യരാണെങ്കിലും നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഈ ഉയരത്തിലെ ആത്മാവ് നമ്മെ എപ്പോഴും വിശുദ്ധമായ കാര്യങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു പ്രഷറുണ്ട്, താഴേക്ക് പിടിച്ചു വലിക്കുന്നതല്ല, ഉയരത്തിലേക്ക്. ഇതാണ് ഒരു ആത്മീയനും ജഡികനും. ജഡികനോട് വിശുദ്ധമായി ജീവിക്കാൻ പറഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റോമാലേഖനം 8:9 വീണ്ടും വായിക്കുന്നു. റോമാലേഖനം 8:9, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തിക്ക് ഒരു രീതിയിൽ ആത്മീയനാകുവാൻ സാധ്യമല്ല. റോമാലേഖനം 8:9 NIV-യിൽ നിന്ന് വായിക്കുന്നു. യു ഹവർ ആർ കൺട്രോൾഡ് നോട്ട് ബൈ സിൻഫുൾ നേച്ചർ ബട്ട് ബൈ ദ സ്പിരിറ്റ്. If the Spirit of God lives in you, and if anyone does not have the Spirit of Christ, he does not belong to Christ. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയാണ്, ഒരു അതിഥിയല്ല. നമ്മുടെ വീട്ടിലേക്ക് ചില അതിഥികൾ വരും, ഉടനെ പോകും. പരിശുദ്ധാത്മാവ് ഒരു ഒക്കേഷണൽ വിസിറ്റർ അല്ല, വല്ലപ്പോഴും വരുന്നൊരു അതിഥിയല്ല, നമ്മളിൽ താമസിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ്? നമുക്ക് സൗന്ദര്യമുണ്ടോ, പണമുണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ, ഭാഷാ പാണ്ഡിത്യമുണ്ടോ, ഈ കാര്യങ്ങളൊന്നുമേ അല്ല. പരിശുദ്ധാത്മാവുണ്ടോ എന്നുള്ള ഒറ്റ കാര്യം. നാം കാണുമ്പോൾ സാധാരണ മനുഷ്യരാണെങ്കിലും നമ്മളിൽ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് നാം സൂപ്പർ നാച്ചുറൽ ബീയിങ് ആണ്. കാരണം ഉയരത്തിലെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാണ്. നാം പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാണ് എന്ന് തെളിയിക്കുന്ന ചില വാക്യങ്ങൾ വായിക്കുകയാണ്. എഫേസ്യർ 2:22, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്
ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. നാം പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാണ്. നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ പലപ്പോഴും അത് കേട്ട് കേട്ട് പരിചയിച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, നിവാസസ്ഥലമാണ്. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. വീണ്ടും 2 തിമോത്തി 1:14 2 തിമോത്തി 1:14 പറയുന്നത്, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. വീണ്ടും 1 കൊരിന്ത്യർ 12:13 1 കൊരിന്ത്യർ 12:13 യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ എന്നില്ല, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, യോഹന്നാൻ 14:17 ലോകം അവനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ലോകം അവനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഒരു പുതിയ നിയമവിശ്വാസിയിൽ, വീണ്ടും ജനിച്ച വിശ്വാസിയിൽ നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നാം പരിശുദ്ധാത്മാവിനെ അറിഞ്ഞവരാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മിത്രമാണ്, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുന്നു. ഇനി ഈ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഈ വാക്യത്തിൽ ലൗകികന്മാർക്കൊരിക്കലും പരിശുദ്ധാത്മാവിന് കിട്ടുകയില്ല. 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കുട്ടികൾക്ക് തൈലം തേച്ച് പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നൊരു ആചാരമുണ്ട്. എന്നിട്ട് പലപ്പോഴും ഈ കുട്ടികൾ ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ലാതെ ജഡികരായി ജീവിക്കുന്നത് കാണാം. പക്ഷേ ജഡികന്മാർക്ക് പരിശുദ്ധാത്മ ലഭിക്കുകയില്ല, ലൗകികന്മാർക്ക് പരിശുദ്ധാത്മ ലഭിക്കുകയില്ല. പെന്തക്കോസ്തിൽ വന്നാലും ലൗകികനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞു, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് കരുതുന്നവർ പലരുണ്ട്. ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകാതെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. പക്ഷേ ലൗകികതയുടെ വഴി പോകുന്ന ഒരു വ്യക്തിക്കും സത്യാത്മാവിന് ലഭിക്കുകയില്ല. ജാടയും കാപഠ്യഭക്തിയും ഉള്ളൊരു വ്യക്തിക്ക്, ഹൃദയത്തിൽ നിഷ്കളങ്ക മനോഭാവമില്ലാത്തൊരു വ്യക്തിക്ക് യഥാർത്ഥ ആത്മാവിന് കിട്ടുകയില്ല. ഇപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിവാസ സ്ഥലമാണ് നമ്മുടെ ശരീരം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കേവലം കാഴ്ചക്കാരനാകാൻ വേണ്ടിയല്ല, നാം ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സഹായനായി നോക്കിയിരിക്കാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത്. നമ്മെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. മാത്രമല്ല, നമ്മെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്തിനു വസിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ പുറപ്പെടണം. ഗലാത്യ 5:22 ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. പരിശുദ്ധാത്മാവ് വാസ്തവമായിട്ട് നമ്മളിൽ ഉണ്ടെങ്കിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ദൈവരാജ്യം എന്നത് ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും അത്രേ. പണം കുറഞ്ഞാലും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിച്ചാൽ പണമില്ലാത്തൊരു പ്രശ്നമേ അല്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടാലും മറ്റു പല മേഖലകളിലും പരാജയമടഞ്ഞാലും പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം അനുഭവിക്കുന്നുവെങ്കിൽ ആ പരാജയവും ഏകാന്തതയും ഒരു പരാജയമോ ഏകാന്തതയോ അല്ല.
D.L. മോഡി രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം, പ്രകൃതിയിൽ മാറ്റങ്ങളുള്ളതുപോലെ അദ്ദേഹം പറയുന്നത്, D.L. മോഡി പറയുകയാണ്, ഞാൻ ഒരു ദിവസം പുതിയ ലോകത്തിലായി. അടുത്ത ദിവസം രാവിലെ സൂര്യൻ കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത് പോലെ തോന്നി, കിളികൾ കൂടുതൽ മനോഹരമായി പാടുന്നത് പോലെ തോന്നി. D.L. മോഡി രക്ഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം പരിശുദ്ധാത്മാവ് നൽകി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് സന്തോഷദായകനാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നുവെങ്കിൽ എത്രമാത്രം സന്തോഷം നമ്മളിൽ ഉണ്ടാകണം. ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ട്, ഉണ്ടോ? ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഈ രാജാതി രാജാവ് കർത്താതി കർത്താവ് നമ്മളിൽ വസിക്കാൻ തുടങ്ങിയാൽ എത്ര സന്തോഷം ഉണ്ടാകണം. സന്തോഷം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് വസിക്കുന്നു, നമ്മളിൽ എത്ര സന്തോഷം ഉണ്ടാകണം. കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് മർത്ത, മറിയം, ലാസർ അവരുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് കർത്താവ് വരും. കർത്താവ് ആ ഭവനത്തിലേക്ക് വന്ന് വാതിൽക്കൽ മുട്ടുന്നു, ഇവർ വാതിൽ തുറക്കുന്നു, കർത്താവ് അകത്ത് പ്രവേശിക്കുന്നു, കർത്താവ് ഇവരോട് സംസാരിക്കുന്നു. ഇവർ ഒരുക്കി വെച്ച ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. എത്ര സന്തോഷം ഉണ്ടായിരിക്കും. പക്ഷേ അധികം വൈകാതെ കർത്താവ് പോകും. പിന്നെ കർത്താവിൻ്റെ അടുത്തൊരു സന്ദർശനത്തിന് വേണ്ടി ഈ കുടുംബം കാത്തിരിക്കുകയാണ്. എന്നാൽ ആ മർത്ത, മറിയ, ലാസറിനേക്കാളും വലിയ ഭാഗ്യ പദവിയിലാണ് നാം. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒരു ഒക്കേഷണൽ വിസിറ്റർ അല്ല, വല്ലപ്പോഴും സന്ദർശിക്കുന്ന ഒരു സന്ദർശകന്മാരല്ല പരിശുദ്ധാത്മാവും യേശുവും. പിന്നെയോ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് വരികിൽ, സ്ഥിരമായി പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, സ്ഥിരമായി യേശു നമ്മിൽ വസിക്കുന്നു, അപ്പോൾ നാം എത്രമാത്രം സന്തോഷമുള്ളവരാകണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. നേരത്തെ പറഞ്ഞല്ലോ, യേശുവും പരിശുദ്ധാത്മാവും നമ്മളിൽ അധിവസിക്കുന്നത് നാം ചെയ്ത പ്രവൃത്തികൾ നിസ്സഹായരായി നോക്കി നിൽക്കാനല്ല, നമ്മെ നിയന്ത്രിക്കുവാൻ, കൺട്രോൾ ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവും യേശുവും വരുന്നത്. നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് നാം ഇനി താന്താങ്ങൾക്കുള്ളവരല്ല, നാം പരിശുദ്ധാത്മാവിൻ്റേതാണ്. ഇനി നമുക്ക് പഴയതുപോലെ നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കാൻ സാധ്യമല്ല. പഴയ നിയമത്തിൽ അടിമ വ്യവസ്ഥ ഉണ്ട്. ഒരാൾ പൈസ കൊടുത്തൊരു അടിമയെ വാങ്ങും. അടിമയെ ആര് വാങ്ങിയോ ആ വാങ്ങിയ ആൾ അടിമയുടെ യജമാനനായി. പിന്നെ അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല. അടിമ പറയുകയാണ്, ഞാൻ അല്പം വിശ്രമിക്കട്ടെ. അപ്പോൾ യജമാനൻ പറയും, വേണ്ട, ആ വിറക് നീ ഒന്ന് കീറിയിടണം, അതിനുശേഷം നിനക്ക് വിശ്രമിക്കാം. അടിമ ചോദിക്കുകയാണ്, ഈ വർഷം ഞാൻ കല്യാണം കഴിക്കട്ടെ. അപ്പോൾ യജമാനൻ പറയുകയാണ്, വേണ്ട, അടുത്ത വർഷം നിനക്ക് കല്യാണം കഴിക്കാം. അതായത് സ്വന്തമായിട്ട് അടിമയ്ക്ക് ഒരു തീരുമാനവും നടപ്പിലാക്കുവാൻ സ്വാതന്ത്ര്യമില്ല. കാരണം പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി പരിശുദ്ധാത്മാവാണ് നമ്മുടെ യജമാനൻ. നമുക്ക് സ്വന്തമായ താല്പര്യങ്ങൾ പാടില്ല, സ്വന്തമായ ഇഷ്ടങ്ങൾ പാടില്ല. നമ്മുടെ ഈ ഭവനത്തിൽ വസിക്കുന്നത് ഏറ്റവും ശക്തനാണ്. നമ്മെ നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത്. ഇനി നാം ക്രിസ്തുവിൻ്റെ അടിമയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അടിമയാണ്. നമ്മെ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി. നാം താന്താങ്ങൾക്കുള്ളവരല്ല. ഇതാണ് പരിശുദ്ധാത്മാവ് അധിവസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. 1 കൊരിന്ത്യർ 6:19-20 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളല്ല പർച്ചേസ് ചെയ്തത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ തലച്ചോറ്, നമ്മുടെ കൈകൾ, കാലുകൾ, അധരം, കണ്ണ്, ശരീരത്തിലെ അകത്തും പുറത്തുമുള്ള എല്ലാ അവയവങ്ങളും കർത്താവ് വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട്
നമുക്കിനി സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരവയവം പോലും ഇല്ല നമുക്ക് നമ്മുടേതെന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ക്രിസ്തുവിൻ്റേതാണ്. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരവയവം പോലും എന്നിൽ ശേഷിക്കുന്നില്ല. കാരണം മൊത്തമായിട്ട് എന്നെ വിലയ്ക്ക് വാങ്ങി. പിന്നെ നമ്മളെങ്ങനെ അനാവശ്യമായി സംസാരിക്കും, മറ്റുള്ളവരെ കുറ്റം വിധിക്കും, ലജ്ജാകരമായ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. പണ്ട് നമ്മൾ ക്രിസ്തുവെന്ന യജമാനന് കീഴ്പ്പെട്ടവരായിരുന്നില്ല. പണ്ട് നമ്മളിൽ പരിശുദ്ധാത്മാവ് അധിവസിച്ചിരുന്നില്ല. ക്രിസ്തു ആയിരുന്നില്ല നമ്മുടെ യജമാനൻ. പണ്ട് പാപമായിരുന്നു നമ്മുടെ യജമാനൻ. ആ പാപം പറയുകയാണ് നമ്മോട്, ഇന്നത് ചെയ്യൂ, ഇന്നത് പറയൂ, ഇന്ന കാര്യം നീ ഉപയോഗിക്കണം. അപ്പോൾ ആ പാപമെന്ന യജമാനനെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അടിമ എപ്പോഴും യജമാനൻ പറഞ്ഞത് അനുസരിക്കാൻ കടപ്പെട്ടവനാണ്. എന്നാൽ ക്രിസ്തു ഈ പാപമെന്ന യജമാനനിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ ക്രിസ്തു എന്ന യജമാനൻ പറയുകയാണ്, നീ ഇന്ന കാര്യം ചെയ്യണം, നീ ഇന്ന കാര്യം ചെയ്യരുത്, ഇന്ന രീതിയിൽ സംസാരിക്കണം, ഇന്ന രീതിയിൽ നീ സംസാരിക്കരുത്, ഇന്ന കാര്യം നോക്കരുത്, ഇന്ന കാര്യത്തിൽ നീ ഇടപെടരുത്. അപ്പോൾ അടിമകളായ നാം അതനുസരിച്ചേ പറ്റൂ. നമുക്ക് മറ്റൊരു ഓപ്ഷനില്ല. ഇതാണ് ആത്മീയൻ്റെ സ്വഭാവം. അവനെ മൊത്തമായി കർത്താവ് വാങ്ങി. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നാം ചെയ്യുന്ന പ്രവൃത്തികൾ നിഷ്ക്രിയനായി കാണാനും കേൾക്കാനുള്ള പരിശുദ്ധാത്മ വസിക്കുന്നത് നമ്മെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ തെറ്റുതിരുത്തുവാൻ, നമ്മെ പ്രോത്സാഹിപ്പിക്കുവാൻ, നമുക്ക് ഉത്സാഹം പകരുവാൻ, നമ്മെ സഹായിക്കുവാൻ, ഇതിനെല്ലാം വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നത്. 7 സഭകൾക്കും പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ പ്രോത്സാഹനം വേണ്ടവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു, ശാസന കൊടുക്കേണ്ടവർക്ക് ശാസന കൊടുക്കുന്നു, മുന്നറിയിപ്പ് കൊടുക്കേണ്ട സ്ഥാനത്ത് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇതേപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മിൽ അധിവസിക്കുന്നത് കൊണ്ട് നമ്മെയും തെറ്റിതിരുത്തുന്നു, നമ്മെ ശാസിക്കുന്നു, നമുക്ക് പ്രോത്സാഹനം തരുന്നു, നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. 2 വേദഭാഗങ്ങൾ വായിക്കുകയാണ്. വെളിപ്പാട് 2-ാം അധ്യായം 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. വെളിപ്പാട് 2-ാം അധ്യായം 10 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ഏറ്റവും മേത്തരം പ്രബോധനങ്ങളാണ് തരിക. നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ട എല്ലാ തെറ്റുതിരുത്തലും ശാസ്ത്രങ്ങളും പ്രബോധനങ്ങളും പരിശുദ്ധാത്മാവ് തരും. അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ അധിവസിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട പ്രബോധനം പരിശുദ്ധാത്മാവ് തരുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. റോമാലേഖനം 8:9 വീണ്ടും വായിക്കുന്നു. റോമ 8:9. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഈ വാക്യത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. റോമാസഭയ്ക്കാണ് ലേഖനം എഴുതുന്നത്. നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെയല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞവരാണ്. നിങ്ങൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ്റെ പ്രമാണത്താൽ നടക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്.
നിങ്ങൾ ജഡികരല്ല, നിങ്ങൾ ആത്മീയരാണ്. നിങ്ങളെ കർത്താവ് വില കൊടുത്ത് വാങ്ങി. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോ? ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. സൺഡേ ആരാധനയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും ഞാൻ ആരാണ്, മറ്റുള്ളവരാരാണ്, ജഡികൻ ആരാണ്, പരിശുദ്ധാത്മാവില്ലാത്ത ജഡികൻ ആരാണ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആത്മീയനായ ഞാൻ ആരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ആരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡികൻ ആരാണ്. അതുകൊണ്ട് ക്രിസ്തുവിനാൽ അഭിഷേകം പ്രാപിച്ച നാം ആ ബോധ്യമുള്ളവരായി ലോകത്തിലെ ജഡികരായ മനുഷ്യരുടെ സ്വഭാവത്തിൽ പാപത്തിൽ പങ്കാളികളാകാൻ പാടില്ല. നിങ്ങളോ? അതാണ് നിങ്ങൾ ആരാണ്. നമ്മൾ പലപ്പോഴും ഇതൊക്കെ മറക്കുകയാണ്. ഞാനാരാ? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് യേശുവിനെ കർത്താവെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. നാം രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ട്. എന്നാൽ വീണ്ടും നാം നിരന്തരമായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയണം. തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ തരും. അപ്പോൾ എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ ഓരോരുത്തരിലുള്ള ദൈവാത്മാവിൻ്റെ അളവ് വ്യത്യസ്തമാണ്. എല്ലാ വ്യക്തികൾക്കും, വീണ്ടും ജനിച്ച എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ട്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ മരിച്ച മനുഷ്യാത്മാവ് ജീവൻ പ്രാപിക്കുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുള്ള പരിശുദ്ധാത്മാവിൻ്റെ അളവ്, ആത്മനിറവ് വ്യത്യസ്തമാണ്. അത് അവരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്രമാത്രം നാം ദൈവാത്മാവിനെ അനുസരിക്കുന്നുവോ അതനുസരിച്ച് ദൈവാത്മാവിൻ്റെ അളവ് നമ്മിൽ വർദ്ധിക്കും. വചനം പറയുന്നു, വീണ്ടും ജനിച്ച വിശ്വാസികളോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, ആത്മാവിനെ തുച്ഛീകരിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചും പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിച്ചും പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുമാറുന്നില്ല എങ്കിലും നമ്മളിലുള്ള ആത്മീയ നിറവ് വളരെ ചുരുങ്ങിയതായിരിക്കും. പരിശുദ്ധാത്മാവ് പൗലോസിലുണ്ടായിരുന്നു. പൗലോസിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവും വളരെ വ്യത്യാസമുണ്ട്. ഒരാൾ വിചാരിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടില്ലേ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലേ, ഇനി ആ അധ്യായം കഴിഞ്ഞു. ചിലരൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. കാരണം അതൊക്കെ എന്നോ കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ? എന്നാൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിപ്പീൻ. ഒരിക്കൽ കിട്ടിയത് സത്യമാണ്, പക്ഷേ ഇത് നിറഞ്ഞുകൊണ്ടേയിരിക്കണം. എനിക്ക് ഇന്ന് പരിശുദ്ധാത്മ നിറവ് ആവശ്യമാണ്, നാളെയും ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മളാകുന്ന ഭവനത്തിൽ താമസിക്കുന്നു. നമ്മൾ വായിച്ചില്ലേ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിവാസ സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾ താമസിക്കുകയാണ്. നമുക്ക് ആ വ്യക്തിയോട് നിരന്തരമായിട്ട് ബന്ധപ്പെടാൻ, സംസാരിക്കാം. അതേസമയം നമ്മൾ വിചാരിക്കുകയാണ്, ആളവിടെ താമസിക്കട്ടെ, ഞാനൊരക്ഷരം മിണ്ടുകയില്ല. നമുക്ക് അങ്ങനെയും താമസിക്കാൻ സാധിക്കും. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. കൂട്ടായ്മയില്ലാതെയും ജീവിക്കാം, പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ഫെല്ലോഷിപ്പ്, കൂട്ടായ്മ, സംസർഗം. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നിരന്തരം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടണം. നിങ്ങളോ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മാവിനാൽ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങളോ? നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. 2 പത്രോസ് 1:10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. എനിക്ക് ജഡസ്വഭാവമല്ല, ആത്മസ്വഭാവമാണ് വേണ്ടത്. ജഡസ്വഭാവം ദൈവത്തോട് ശത്രുതയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നത് കൊണ്ട്, അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും, എനിക്ക് ആത്മസ്വഭാവമുള്ളവനാകാൻ സാധിക്കും. ബുദ്ധിമുട്ടില്ല. കാരണം പരിശുദ്ധാത്മാവാണ് എന്നെ ആത്മീയമായ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത്.
പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത് തന്നെ നാം ആത്മീയരാകുവാൻ വേണ്ടിയാണ്. ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പുഴുവിനെ താഴേക്കിടുവാൻ പരിശ്രമിക്കുമ്പോൾ പുഴുവിനോട് പറയുകയാണ്, പുഴു നീ പറക്കണം. പുഴുവിന് പറക്കാൻ സാധ്യമല്ല, ചിറകില്ല. അതിനെ താഴേക്കിട്ടാൽ താഴേക്ക് വീണ് പരിക്ക് ഏൽക്കും. എന്നാൽ ഒരു പൂമ്പാറ്റയെ പിടിച്ച് പൂമ്പാറ്റയോട് പറയുകയാണ്, പൂമ്പാറ്റെ നിന്നെ താഴേക്കിടുകയാണ്, നീ പറക്കണം. പൂമ്പാറ്റയ്ക്ക് പറക്കുവാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്? അതിന് ചിറകുകളുണ്ട്. ഇതുപോലെ തന്നെ ഒരു ആത്മീയനോട് നീ വിശുദ്ധിയിൽ ജീവിക്കണം, നീ ജഡിക കാര്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് പറഞ്ഞാൽ അവന് എളുപ്പം അതെല്ലാം ഒഴിവാക്കി വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. കാരണം അവന് പരിശുദ്ധാത്മാവ് എന്ന ചിറകുകളുണ്ട്. ഇനി അപ്പോൾ ആത്മീയർ എന്ന് പറയുന്നവർ, അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നവർ ചിലപ്പോൾ ജഡിക പാപങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? അതിൻ്റെ ഉത്തരം ഇതാണ്. ഒരു പൂമ്പാറ്റയെ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിടുകയാണ്, പൂമ്പാറ്റ നീ പറക്കണം. പൂമ്പാറ്റ ഒരു കാര്യം ചെയ്തു, 2 ചിറകും വിടർത്തിയില്ല, കൂട്ടിപ്പിടിച്ചു. എന്ത് സംഭവിക്കും? ഒരു പുഴുവിനെ പോലെ അത് താഴേക്ക് വീഴും, പരുക്കേൽക്കും. കാരണം അതിൻ്റെ കഴിവ് അത് ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ ഒരു ആത്മീയന് ഏത് ജഡിക സ്വഭാവത്തെയും പ്രലോഭനത്തെയും അതിജീവിക്കാൻ സാധിക്കും. അതിന് തക്ക ചിറകുകൾ അവനുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്താൽ ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലാതെ നമുക്ക് ഈ പരിശുദ്ധാത്മ ശക്തി തരാതെ ഒരിക്കലും ദൈവം നമ്മോട് നീ ആത്മീയനാകണം, വിശുദ്ധിയിൽ ജീവിക്കണം, ജഡികനാകരുതെന്നും പറയുകയില്ല. ആത്മീയനാകുവാൻ വേണ്ട എല്ലാ സോഴ്സും തന്നിട്ടാണ് ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. ഞാൻ ആത്മസ്വഭാവം ജീവിതത്തിൽ കാഴ്ചവെച്ചാൽ എനിക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുണ്ടോ? പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ് ഞാൻ ആത്മീയനായിട്ട് ജീവിക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവില്ലായിരുന്നുവെങ്കിൽ ഞാൻ ശേഷം ജഡികരെ പോലെ തന്നെ പാപത്തിൽ ജീവിക്കും. അതുകൊണ്ട് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നു, ആത്മീയനായി ജീവിക്കുന്നു എന്നുള്ളതിന് എനിക്ക് പുകഴുവാനൊന്നുമില്ല. കാരണം നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് എനിക്ക് ജഡത്തെയും പാപത്തെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ശക്തി തരുന്നത്, അല്ലാതെ എൻ്റെ സ്വന്തം കഴിവാലല്ല. ഞാൻ പറക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ചിറക് എനിക്കുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പുഴുവിനെ പോലെ താഴെ വീഴും. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണ്, ജഡസ്വഭാവമുള്ളവരല്ല. ആത്മസ്വഭാവമുള്ളവരായ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. വസ്ത്രം വാങ്ങാൻ നമുക്ക് കടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഭക്ഷണം വാങ്ങാൻ, മറ്റ് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ട്. മറ്റു ജഡികരായ മനുഷ്യർ യാത്ര ചെയ്യുന്ന ബസ്സിൽ, കാറിൽ നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കും ചിലപ്പോൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ടാബ്ലറ്റോ വാങ്ങേണ്ട ആവശ്യം വരും. പക്ഷേ ഈ വസ്തുക്കൾ നമ്മൾ വാങ്ങിയാലും ഉപയോഗിച്ചാലും നമുക്ക് ആത്മസ്വഭാവം ഉള്ളതുകൊണ്ട് ഈ വസ്തുക്കൾക്കൊന്നും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ല. ജഡികരും കടയിൽ പോകുന്നുണ്ട്, ഷോപ്പിങ്ങിന് പോകുന്നു, നേരത്തെ പറഞ്ഞ വസ്തുക്കൾ വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ജഡികരുടെ ഹൃദയത്തിൽ ഈ വസ്തുക്കൾക്ക് സ്ഥാനമുണ്ട്. കാരണം അവർ ജീവിക്കുന്നത് തന്നെ ഈ വസ്തുക്കൾക്ക് വേണ്ടിയാണ്. നാം ഇവ ഉപയോഗിക്കുന്നുവെങ്കിലും ഇവയൊക്കെയൊന്നും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ല. കാരണം എന്താണ്? നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് ഒരു മൊബൈൽ ഫോണോ ഒരു കമ്പ്യൂട്ടറോ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നുകൂടരുത്. അത് നമുക്ക് ഉപയോഗിക്കാം. മറ്റാളുടെ കയ്യിൽ എത്ര നല്ല മൊബൈലേ ഇരിക്കുന്നത് കണ്ടോ, എൻ്റെ മൊബൈൽ എത്ര മോശം മൊബൈലാണ്. മോഹം വരും വസ്തുക്കളോട്. പക്ഷേ ആത്മസ്വഭാവം ഉണ്ടെങ്കിൽ വസ്തുക്കൾക്ക് ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ ഇടമില്ല. നമ്മുടെ ഹൃദയത്തിൽ ആരാണ് അധിവസിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. പിന്നെ എങ്ങനെ വസ്തുക്കൾക്ക് അവിടെ കയറിയിരിക്കാനായിട്ട് പറ്റും? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പരിശുദ്ധാത്മാവില്ല, വചനം കേട്ടിട്ടില്ല, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയായ്മയുടെ കാലഘട്ടങ്ങൾ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും നമ്മളെല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി പാപം ചെയ്യുന്നതും രക്ഷിക്കപ്പെടാത്ത ഒരുവൻ പാപം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ പാപം ചെയ്യുന്നതും
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപം ചെയ്തതും വളരെ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നാം ശിക്ഷാവിധിയിൽ നിന്ന് വിമുക്തരാണ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്, പരിശുദ്ധാത്മാവ് തമ്മിൽ അധിവസിക്കുന്നവരാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപങ്ങൾ ചെയ്യാൻ പാടില്ല. വളരെ ഗൗരവമായിട്ട് ദൈവം ഇതിനെ കാണും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തിയിട്ടാണ്. ദൂതന്മാരെക്കാളും അല്പം കുറഞ്ഞ ആരോഗ്യം, ബുദ്ധിശക്തി, സൗന്ദര്യം ഇതൊക്കെ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ലൂസിഫർ ആദ്യം ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. അവനിൽ പാപം ആദ്യം ഉണ്ടായിരുന്നില്ല. ഏറ്റവും അഴകുള്ളവൻ, ബുദ്ധിശക്തിയുള്ളവൻ, ധാരാളം താലന്തുകളുള്ളവൻ ലൂസിഫർ. പക്ഷേ പിന്നീട് അവനിൽ അഹങ്കാരം വന്നു, പാപം വന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അവൻ വെട്ടേറ്റ് താഴേക്ക് വീണു. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നീ എങ്ങനെ വെട്ടേറ്റ് താഴത്ത് വീണു? നീ എങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് വീണു? കാരണം ഇത്രയും ശ്രേഷ്ഠ സൃഷ്ടിയായ നീ, ഉയരത്തിൽ വസിച്ചിരുന്ന നീ, സ്വർഗത്തിൽ വസിച്ചിരുന്ന നീ ഇപ്പോഴിതാ താഴേക്ക് പോവുകയാണ് വെട്ടേറ്റ്. ഇതുപോലെ തന്നെ ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ടവരായ നാം, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ രാജകീയ പുരോഹിതന്മാരും ദൈവാത്മാവിൻ്റെ നിവാസവുമായ നാം പാപം ചെയ്താൽ ദൈവത്തിന് അത് എത്രമാത്രം ഞെട്ടലുണ്ടാക്കും. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മോട് ഇതാണ് ചോദിക്കുന്നത്, നീ എങ്ങനെ വെട്ടേറ്റ് താഴേക്ക് വീണു? നീ എങ്ങനെ ആകാശത്തു നിന്ന് താഴേക്ക് വീണു? കാരണം നിൻ്റെ പദവി എത്രയോ വലുതാണ്, എന്നിട്ടാണോ നീ ഈ രീതിയിൽ പാപം ചെയ്ത് താഴേക്ക് പോകുന്നത്? അതുകൊണ്ട് ലൂസിഫറിനോട് മാത്രമുള്ള ചോദ്യമല്ല അത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് എങ്കിൽ ഞാനും നിങ്ങളും ഏതെങ്കിലും ജഡിക പാപങ്ങളിൽ അകപ്പെടുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, നീ എങ്ങനെ വെട്ടേറ്റ് താഴേക്ക് വീണു? നീ ആത്മീയ ഉയരങ്ങളിൽ പറന്നു നടക്കേണ്ടവൻ എങ്ങനെ പാതാളത്തിലേക്ക് പോകുന്നു? എബ്രായ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ്. അവൻ പാപം ചെയ്യുന്നത് ദൈവത്തിന് ഏറ്റവും ഷോക്ക് നൽകുന്നൊരു കാര്യമാണ്. ലൂസിഫറിൻ്റെ കാര്യം വായിക്കുന്നു, യെശയ്യാവ് 14:12. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ അങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഒരാത്മീയൻ ഒരിക്കലും ജഡികനാകാൻ പാടില്ല, വെട്ടേറ്റ് താഴേക്ക് വീഴാൻ പാടില്ല. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ സമാപിപ്പിക്കുവാൻ പാടില്ല. ഗലാത്യ 3:3. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത്. വീണ്ടും റോമാലേഖനം 8-7-8 വാക്യങ്ങൾ വായിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ഇനി തനി ജഡികൻ്റെ കാര്യം ചിന്തിക്കാം. തനി ജഡികർ, ലോകത്തിൽ ധാരാളം ജഡികരുണ്ട്. ആത്മീയന് ചിലപ്പോൾ ജഡത്തിലേക്ക് വീഴാം, അതല്ല പറയുന്നത്. പരിശുദ്ധാത്മാവില്ലാത്ത രക്ഷിക്കപ്പെടാത്ത തനി ജഡികർ. ഇന്ന് ലോകത്തിൽ അക്രമങ്ങൾ, ഗർഭഛിദ്രം, കൊലപാതകം, ലൈംഗിക അതിക്രമങ്ങൾ, സാമ്പത്തിക മേഖലയിലെ വഞ്ചന, കളവ്, ചതി പെരുകുകയാണ്. പക്ഷേ ദൈവം ഓരോ മനുഷ്യനെയും എത്ര ശ്രേഷ്ഠ സൃഷ്ടിയായാണ് ഉണ്ടാക്കിയത്. മനുഷ്യൻ ഈ രീതിയിൽ വഷളായി. ജഡികരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ താമസിക്കുന്നത് ചുരുക്കം ചില ആത്മീയരായ വ്യക്തികളെ നമ്മുടെ ചുറ്റുമുള്ളൂ. ലോകം മുഴുവൻ ജഡികരായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് സഭയിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ജഡികർ. അതുകൊണ്ട് ഈ ജഡികരുടെ ഒരു സ്വഭാവം നമ്മളിൽ പാടില്ല. ദൈവം എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും. ദൂതന്മാരെക്കാളും അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ച, മഹത്വവും ബഹുമാനവും അണിയിച്ച മനുഷ്യനാണ് എന്ന് ഈ രീതിയിൽ ദൈവത്തെ വെല്ലുവിളിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ലജ്ജാകരവും ക്രൂരവുമായ എല്ലാ പാപങ്ങളും ചെയ്ത് ജീവിക്കുന്നത്. ഒടുവിൽ എന്ത് സംഭവിക്കും? നമ്മളിവിടെ വായിച്ചത് റോമാലേഖനം 8-ലെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു.
ഒരു വലിയ വിഭാഗം ജനങ്ങൾ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് ജീവിക്കുകയാണ്. റോമാലേഖനം 3:13-19 വരെ വായിക്കുന്നു. ജഡികന്മാരുടെ അവസ്ഥ അവിടെ വ്യക്തമായിട്ട് പറയുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. വീണ്ടും ജഡികന്മാരെക്കുറിച്ച് പത്രോസ്ലീഹ ഇങ്ങനെ എഴുതുന്നു. 2 പത്രോസ് 3:12 മുതൽ 2 പത്രോസ് 3-12 മുതൽ സ്വാഭാവികമായി പിടിക്കപ്പെട്ട് നശിക്കുവാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. അവർ താത്കാലിക ഭോഗസംതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അവർ വ്യഭിചാരിണികളെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരതയില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ പലരും ഇന്ന് ആത്മീയ വേഷം കെട്ടി നടക്കുന്നുണ്ട്. ബൈബിൾ വാക്യങ്ങളെല്ലാം ഉദ്ധരിക്കും. അതൊക്കെ ഈ ജഡികന്മാരുടെ പ്രത്യേകതയാണ്. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം, നിന്റെ പൊന്നു നാമ മഹത്വത്തിനാൽ ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നു നാമ മഹത്വത്തിനാൽ ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമം ഉയർന്നിടട്ടെ, തീർന്നിടണമേ. തിരുനാമം ഉയർന്നിടട്ടെ, എല്ലാ മഹത്വത്തിനും ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ഒരു ജഡികൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവാണ്. ഒരു ജഡികൻ മരിച്ചു, ദൈവത്തിൻ്റെ ശത്രു മരിച്ചു. എങ്ങനെയോ സ്വർഗത്തിലെത്തി എന്ന് കരുതുക. ദേവദാസനായ സ്പർജൻ പറഞ്ഞ കാര്യം ഇതാണ്. ജഡികൻ സ്വർഗത്തിലെത്തി. ഇതാ വലിയൊരു സിംഹാസനം, അവിടെ തേജസ്സോടെ ഒരുവൻ ഇരിക്കുന്നു. ജഡികൻ നോക്കിയപ്പോൾ എൻ്റെ ശത്രുവാണ് അവിടെ ഇരിക്കുന്നത്. ജഡികൻ വലിയ സ്തുതിഗീതം കേട്ടു. തൻ്റെ ശത്രുവിനെ സ്തുതിക്കുന്ന പാട്ടാണ്, ഒരിക്കലും ചേർന്ന് പാടാൻ പാടില്ല. ജഡികൻ നടക്കുന്നത് സ്വർണ്ണ തെരുവീതിയിലൂടെയാണ്. ആരുടെയാണ് ഈ തെരുവീതി? തൻ്റെ ശത്രുവിൻ്റേതാണ്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ ആരാധിക്കുമ്പോൾ ജഡികൻ അതിലൊന്നും പങ്കെടുക്കാതെ മൗനം പാലിച്ച് ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് കർത്താവായ യേശു ക്രിസ്തു വന്നു, തേജസ്സോടെ വന്നു. 1000 ഇടിയേക്കാൾ വലിയ ശബ്ദത്തോടെ ചോദിച്ചു, ഹേ ശത്രുവേ, നീ ഈ വിവാഹ വിരുന്നിൽ എങ്ങനെ എത്തി? ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ശത്രുവോ? ശപിക്കപ്പെട്ടവനെ നീ നരകത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി. ജഡികൻ സ്വർഗത്തിൽ എത്തുകയില്ല, എത്തിയാലും അവൻ അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമല്ല. കാരണം അവൻ്റെ ശത്രുവിൻ്റെ ഭവനത്തിലാണ് അവൻ വസിക്കുന്നത്. എങ്ങനെ ശത്രുവിൻ്റെ ഭവനത്തിൽ സന്തോഷത്തോടെ വസിക്കാൻ സാധിക്കും? അത് സാധ്യമല്ലല്ലോ.